ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇത് നമ്മുടെ 43ാമത്തെ പാർട്ടാണ്. ഒരു കുഞ്ഞു പാർട്ടാണ്. നല്ല ലെങ്തി വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. എന്നാൽ നമുക്ക് 43ാമത്തെ പാർട്ടിലേക്ക് പോയാലോ. രാത്രി ആരുടെയോ ഫോൺ കോൾ കാത്തു ബാൽക്കണിയിൽ നിൽക്കുമായിരുന്നു ശിവ. അപ്പോഴാണ് അവൻ പാർവണിയെ കണ്ടത്. ഏതോ ബുക്കും പിടിച്ചെന്തോ ആലോചിച്ചിരിക്കുകയാണ് അവള്. ശിവ വേഗം അവളെ ഫോൺ ചെയ്തു. ബാൽക്കണിയിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പാർവണ ഫോണിന്റെ റിംഗ് ടൂൺ കൊട്ടാണ് സ്വഭാവത്തിലേക്ക് വന്നത്. ഹലോ സാർ, അവൾ കോൾ എടുത്തുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ? ഓക്കെ അല്ലേ? ശിവ ചോദിച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഗുഡ്. ഫുഡ് ആൻഡ് മെഡിസിൻ കഴിച്ചോ? ഫുഡ് ഇല്ല. അല്ല, കഴിച്ചു. അവൾ പെട്ടെന്ന് മാറ്റി പറഞ്ഞു. ഫുഡ് കഴിച്ചെന്നാണോ അതോ ഇല്ല എന്നാണോ? ശിവ സംശയത്തോടെ ചോദിച്ചു. കഴിച്ചു, അവൾ പറഞ്ഞു. കള്ളം പറയുന്നവരെ എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ കഴിച്ചില്ല. അത് കേട്ടതും പാറോണ് പറഞ്ഞു. അതെന്താ കഴിക്കാത്ത? ശിവ അല്പം ഗൗരവത്തോടെയാണ് ചോദിച്ചത്. എന്തോ കഴിക്കാൻ തോന്നിയില്ല. ഫുഡ് കഴിക്കാതിരുന്നാൽ വൈകുന്നേരത്തെ പോലെ ബോഡി വീക്കാവും. അതുകൊണ്ട് ഫുഡ് കറക്റ്റ് ടൈമിൽ കഴിക്കണം. പിന്നെ ഫുഡിന് ശേഷം കഴിക്കാനുള്ള ടാബ്ലറ്റ് ഞാൻ രേവതിയുടെ കൈ കൊടുത്തിട്ടുണ്ട്, അതും കഴിക്കണം. ശിവ ഗൗരവം വിടാതെ പറഞ്ഞു. കഴിക്കാം. നീ എന്താ ചെയ്യണേ? ശിവ വീണ്ടും ചോദിച്ചു. ഞാൻ പഠിക്കുക. അടുത്ത മാസം എക്സാം ആവാറായേ. പഠിക്കുകയാണെങ്കിൽ ബുക്കിലല്ലേ നോക്കിയിരിക്കണ്ടേ? പക്ഷെ നീ ആകാശത്തേക്ക് നോക്കിയാണല്ലോ ഇരിക്കണേ. ശിവ അത് പറഞ്ഞു. പാറണ വേഗം ശിവയുടെ വീടിന്റെ ബാൽക്കണിയിലേക്ക് നോക്കി. അവിടെ തന്നെ നോക്കി നിൽക്കുന്ന ശിവയെ കണ്ടപ്പോൾ അവളുടെ മനസ്സിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നി. വെറുതെ സ്വപ്നം കണ്ടിരിക്കാതെ 2 അക്ഷരം പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. പാർവണിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഇല്ലാതെ ആയപ്പോൾ ശിവ പറഞ്ഞു. അവളൊന്ന് മൂളി. എന്നാ ഓക്കെ, ഗുഡ് നൈറ്റ്. മെഡിസിൻ കഴിക്കാൻ മറക്കണ്ടാട്ടാ. ഗുഡ് നൈറ്റ്. അവൾ കോള് കട്ട് ചെയ്തു. ശിവ അകത്തേക്ക് പോകാൻ നിന്നതും തൻ്റെ ഫോൺ റിങ് ചെയ്തു. താൻ കാത്തിരുന്ന ആളാണ് വിളിച്ചെന്ന് മനസ്സിലായതും അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തോ മാധവ്? ചെയ്തു സാർ. സാർ പറഞ്ഞ 3 പേര് 2 പേര് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. വാട്ട്? അത് കേട്ടതും ശിവൻ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. അതെ സാർ, ആ 3 പേരിൽ ഇപ്പോൾ ഡോക്ടർ അനുരാഗ് മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. മറ്റു 2 പേരും മരിച്ചിരിക്കുന്നു. 2ഉം കാർ ആക്സിഡന്റ് ആയിരുന്നു. ഡോക്ടർ അനുരാഗിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ? ശിവ ആകാംക്ഷയോട് ചോദിച്ചു. കുറച്ച് കിട്ടിയിട്ടുണ്ട്. അയാൾ ബാംഗ്ലൂരിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇപ്പൊ കേരളത്തിലേക്ക് വന്നിട്ട് കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ. നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് അയാൾ വർക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ, ശിവ പറഞ്ഞു. സാറിന് വേണ്ടപ്പെട്ട ആരെങ്കിലും ആണോ ഈ 3 പേര്? മാധവ് സംശയത്തോടെ ചോദിച്ചു. അതെ, എനിക്ക് വളരെ വളരെ വേണ്ടപ്പെട്ടവരായിരുന്നു. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ പക തീർന്നിരുന്നു. ശിവ കോള് കട്ട് ചെയ്ത് റൂമിലേക്ക് നടന്നു. ചന്ദ്രശേഖർ, കളരിക്കൽ ജോൺ, നിങ്ങൾ 2 പേരും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അല്ല, ദൈവം നിങ്ങളെ രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നതായിരിക്കും ശരി. പക്ഷെ അനുരാഗ്, നിനക്ക് മാപ്പില്ല. നിനക്ക് ഒരിക്കലും മറക്കാനാവാത്ത സമ്മാനവുമായി കൂട്ടാൻ തന്നെ ഞാൻ നിന്റെ അരികിലേക്ക് വരും, ഡോക്ടർ ശിവരാഗായിട്ട്. ശിവ ബെഡിൽ ഇരുന്ന് തൻ്റെ പഴയ കോളേജ് ഫോട്ടോയിലേക്ക് നോക്കി കത്തുന്ന മിഴികളോടെ പറഞ്ഞു. കണ്ണൻ എന്ന് ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചതിന് ശേഷം ഇന്നാണ് ഫോൺ ശരിയാക്കിയത്. അവൻ നേരെ പാർവണയ്ക്ക് മെസ്സേജ് അയക്കാനായി വാട്സപ്പ് ഓപ്പൺ ചെയ്തു. സോറി തുമ്പി, ഞാൻ അന്നങ്ങനെ പെരുമാറിയത് തെറ്റാണ്. എന്ന് വെച്ച് നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യല്ലേ പ്ലീസ്. കണ്ണൻ അവൾക്ക് മെസ്സേജ് അയച്ചു. അപ്പോഴേക്കും ഫോണിലേക്കും മറ്റൊരു മെസ്സേജ് വന്നിരുന്നു. ജീവന്റെ ജീവനായി ഒരായുഷ്കാലം മുഴുവൻ നിന്നോടൊപ്പം ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഞാൻ ഈ ജന്മം നേടുന്ന ഏറ്റവും വലിയ പുണ്യം. ഇന്ന് എൻ്റെ ആത്മാവിൻ്റെ അവകാശി നീ മാത്രമാണ്. ആ നിനക്കായി കാത്തിരിക്കുകയാണ് ഞാനും എൻ്റെ പ്രണയവും. ഒരു നാൾ ആ പ്രണയം നീ തിരിച്ചറിയും. അന്ന് ഞാൻ നിന്നെ അരികിൽ വരും എന്ന് നിന്റെ ആത്മസഖി. ഹേയ് ബേബി, ഇത്രയും ദിവസം എവിടെയായിരുന്നു?
ഞാൻ എത്ര നേരമായി ഇങ്ങനെ കാത്തിരിക്കുന്നറിയോ? അതിന് തൊട്ട് താഴെ ഒരു മെസ്സേജ് വന്നു. കണ്ണൻ മെസ്സേജ് കണ്ടെങ്കിലും റിപ്ലൈ ഒന്നും കൊടുക്കാതെ നേരെ നെറ്റ് ഓഫ് ചെയ്തു. അവൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊരു പ്രതികരണമായിരിക്കും എന്ന് അവൻ്റെ ആത്മസഖ്യം പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പാർവണ കുറച്ചു നേരം ബുക്ക് നോക്കിയിരുന്നു. പക്ഷെ എന്തോ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ബുക്ക് നേരെ അടച്ചു വെച്ച് അവൾ വീടിനകത്തേക്ക് കയറി. ഡൈനിങ് ടേബിളിൽ ഭക്ഷണമെല്ലാം എടുത്തു വെച്ച് രേവതി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഉറക്കം തൂങ്ങിയാണ് അവൾ ഇരിക്കുന്നത്. സമയം നോക്കിയപ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പാർവണ തൻ്റെ റൂമിലേക്ക് വന്ന് ബെഡിൽ വന്ന് കിടന്നു. കണ്ണടച്ച് കിടക്കുന്നുണ്ടെങ്കിൽ എന്തോ ഉറക്കം വരുന്നില്ല. അവൾ വേഗം എഴുന്നേറ്റ് ഡൈനിങ് ഏരിയയിലേക്ക് നടന്നു. ഒന്ന് ചുമച്ചുകൊണ്ട് പാർവണ ചെയർ വലിച്ചിട്ട് ടേബിളിനരികിലിരുന്നു. അവളുടെ ചുമയുടെ ശബ്ദം കേട്ട രേവതി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റു. ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് രേവതിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു. പാർവണ അപ്പോഴേക്കും ഭക്ഷണം വിളമ്പി കഴിക്കാൻ തുടങ്ങിയിരുന്നു. അവൾ കഴിക്കുന്നത് കണ്ട് രേവതിയും കുറച്ചു നേരം നോക്കിയിരുന്നു. ശേഷം ശിവ തന്ന ടാബ്ലറ്റ് റൂമിൽ നിന്നും എടുത്തുകൊണ്ട് വന്ന് പാർവണയുടെ മുമ്പിൽ വെച്ചു. ഒപ്പം ഒരു ഗ്ലാസ് വെള്ളവും. താൻ നേരിട്ട് പറഞ്ഞാൽ അവൾക്ക് അനുസരിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് രേവതി ഒന്നും പറയാതെ വന്നിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം കൈ കഴുകി പാർവണ ടാബ്ലറ്റ് എടുത്ത് കഴിച്ചു. ശേഷം തൻ്റെ പ്ലേറ്റുമായി അടുക്കളയിലേക്ക് നടന്നു. പ്ലേറ്റും മറ്റും കഴുകി വെച്ച് അവൾ നേരെ റൂമിൽ വന്ന് കിടന്നു. ടാബ്ലറ്റിൻ്റെ ഡോസ് കാരണം അവൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിയിരുന്നു. അടുക്കളയിലെ പണിയെല്ലാം തീർത്ത് റൂമിലേക്ക് രേവതി വരുമ്പോഴേക്കും പാർവണ ഉറങ്ങിയിരുന്നു. രേവതി ഒരു പുഞ്ചിരിയോടെ അവളുടെ അടുത്ത് വന്ന് അവളുടെ നെറുകയിൽ തലോടി. സോറിടാ, ഐ എം റിയലി സോറി, രേവതി ഉറങ്ങുന്ന അവളെ നോക്കി പറഞ്ഞു. അവളുടെ സ്പർശനം അറിഞ്ഞതുപോലെ ഉറക്കത്തിൽ പാർവണ ഒന്നും ചിണുങ്ങിക്കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. രാവിലെ പാർവണ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ രേവതി എണീറ്റിരുന്നു. സാധാരണ ദിവസങ്ങളിൽ രേവതി വിളിക്കുമ്പോൾ മാത്രം ബെഡിൽ നിന്ന് താഴെ ഇറങ്ങുന്ന പാർവണ അന്ന് സ്വയം എഴുന്നേറ്റ് ഓഫീസിൽ പോകാൻ റെഡിയായി. തലേ ദിവസം മെഡിസിൻ കൊണ്ടുവന്ന് തരാൻ ശിവ വന്നിരുന്നു. അപ്പോൾ രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ പാർവണയ്ക്കൊപ്പം തന്നെ രേവതിയോട് ഓഫീസിലേക്ക് ഇറങ്ങണമെന്ന് ശിവ നിർദ്ദേശം തന്നിരുന്നു. ഒരു കാരണവുമില്ലാതെ ശിവ അങ്ങനെ ആവശ്യപ്പെടില്ലെന്ന് രേവതിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ പാർവണയ്ക്കൊപ്പം ഓഫീസിലേക്ക് ഇറങ്ങാൻ രേവതിയും വേഗം റെഡിയായി. അപ്പോഴേക്കും പാർവണ ഭക്ഷണം കഴിച്ച് ഓഫീസിലേക്ക് ഇറങ്ങിയിരുന്നു. രേവതി ഭക്ഷണം പോലും കഴിക്കാതെ വേഗം വീട് പൂട്ടി അവൾക്ക് പിന്നാലെ ഓടി. ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങിയ പാർവണ തൻ്റെ ഒപ്പം വരുന്ന രേവതിയെ കൂടെ കണ്ടതും നടത്തത്തിന് വേഗത ഒന്നുകൂടെ കൂട്ടി. കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ശിവയുടെ കാർ തൻ്റെ അരികിൽ വന്നു നിന്ന് ഒരുമിച്ചായിരുന്നു. പാർവണ സംശയത്തോടെ അതിലിരിക്കുന്ന ശിവയെ ഒന്ന് നോക്കി. കയറ്, ശിവ അവളെ നോക്കി പറഞ്ഞു. വേണ്ട, ഞാൻ നടന്നു വന്നോളാം. അവൾ ദേഷ്യത്തോടെ ബാക്ക് സൈഡിലിരിക്കുന്ന ദേവയെ നോക്കിയാണ് അത് പറഞ്ഞത്. പാർവണ, നീ കയറുന്നുണ്ടോ അതോ? ശിവ ദേഷ്യത്തോടെ പറഞ്ഞു. അത് കിട്ടും പാർവണ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. രേവതി ദേവയ്ക്കൊപ്പം ബാക്കിൽ കയറിക്കോ, ശിവ പറഞ്ഞതും രേവതി ഭയത്തോടെ പാർവണയെ ഒന്ന് നോക്കി. എന്നാൽ പാർവണ ഒന്നും ശ്രദ്ധിക്കാതെ വേറെ എങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു. രേവതി കാറിൽ കയറിയതും ശിവ കാറ് മുന്നോട്ടെടുത്തു. അപ്പോൾ നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം കേട്ടോ. ബായ്.